എനിക്ക് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇല്ല, എല്ലാവർക്കും ഇങ്ങനെയാണോ? 2 ദിവസം, 2 ദിവസത്തിൽ എങ്ങനെയാ? ഇപ്പൊ തന്നെ എല്ലാം ലേറ്റായി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? സാറെന്തു പറയുന്നെന്ന് ഒരിക്കൽ കോൾ ചെയ്ത് നോക്കാം. ഹലോ സാർ. ഷൈലു, പറഞ്ഞോ. നിന്റെ സാലറി കുറിച്ചാണോ? ഞാൻ മറന്നുപോയി. നാളെ എന്റെ വീട്ടിലോട്ട് വരാൻ പറ്റുമോ? ഇവിടെ ഒന്ന് വാങ്ങിച്ചേക്ക്. ഓക്കെ സാർ, തീർച്ചയായും വരാം. താങ്ക് യു സാർ. ദൈവമേ, ഇനി ടെൻഷൻ ഇല്ല. പിങ്കി, പിങ്കി, നീ എന്ത് ചെയ്യുകയാ? എന്താ മോളെ? മാഡം, സർ, ആരും ഇല്ലേ? ദാ വരുന്നു. സോഫയിലിരിക്കേ. ശരി മാഡം. പ്ലീസ് സർ. വേണ്ട സർ, ഞാൻ അതുപോലത്തെ പെണ്ണല്ല. പ്ലീസ് സർ, ഞാൻ അതുപോലെ പെണ്ണല്ല. പ്ലീസ് സർ, വിടൂ സർ. മോളെ, മോളെ, എന്റെ ഭർത്താവ് അങ്ങനത്തെ ഒരാളൊന്നുമല്ല. നീ പേടിക്കണ്ട മോളെ. ഓക്കെ അല്ലേ? ഇതാ മോളെ നിന്റെ ശമ്പളം. എന്തിനാ മോളെ കരയുന്നേ? നീ കടമൊന്നും ചോദിച്ചതല്ലോ. നീ ചെയ്ത ജോലിക്കല്ലേ ശമ്പളം ചോദിക്കുന്നേ? നിങ്ങൾ പറഞ്ഞത് നേരാണ് മാഡം. ഞാൻ ജോലി ചെയ്തതിന് ശമ്പളം കേൾക്കാമായിരുന്നു. പക്ഷെ എനിക്ക് ഒരുപാട് ആവശ്യമുണ്ട്. ഇനിയും 2 മാസം വന്നില്ലെങ്കിൽ ഇനിയും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ഡൗട്ട്സ് വരും. വളരെ നന്ദി മാഡം. ശരി, ഓക്കെ, ഞാൻ പോവാ. ശരി മാഡം. ഓ ദൈവമേ, താങ്ക് യു ഗോഡ്. മോളെ, വന്നോണ്ടിരിക്കുകയാണ് മോളെ. 2 പേരും ചെന്ന് സ്കൂൾ ഫീസ് കേട്ടാ. എന്തേ,
ശരി മോളെ, യഥാർത്ഥത്തിൽ നല്ലത് ചെയ്യുന്നവർക്ക് നല്ലതേ നടക്കുള്ളൂ. കുറച്ച് ലേറ്റായാലും ശരി, നല്ലതേ നടക്കുള്ളൂ.